ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2021 മുതൽ കേരള PSC ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങളാണ്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ള നിർജ്ജരി എന്നുള്ളതാണ്. നിർജ്ജരി. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം എഴുതുക. അമലം, വിമലം, നിർമ്മലം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കമലമാണ്. കമലം. ദർശകൻ സ്ത്രീലിംഗ പദം ഏതാണ്? ദർശകൻ്റെ സ്ത്രീലിംഗ പദമാണ് ദർശക. ദർശകൻ, ദർശക. പുറമെ മൂടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നതാണ് പുറമെ മൂടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ല്. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദമേതാണ്? ഇതിൽ വാദ്യാർ, സ്വാമികൾ, വൈദ്യർ, കുട്ടികൾ എന്നീ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുട്ടികളാണ് വേറിട്ട് നിൽക്കുന്നത്. വാദ്യ, സ്വാമികൾ, വൈദ്യർ ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണ്. നിരീശ്വരൻ പിരിച്ചെഴുതുക. നിരീശ്വരൻ എങ്ങനെയാണ് പിരിച്ചെഴുതുക? നീ അധികം ഈശ്വരൻ. ഡി ആണ് ആൻസർ. നീ അധികം ഈശ്വരനാണ് നിരീശ്വരൻ. ആ പ്ലസ് അൾ ചേർത്തെഴുതുക. ആ പ്ലസ് അൾ എന്താണ്? അവൾ. ഭൂമി എന്ന അർത്ഥം വരാത്ത പദമേതാണ്? വബുസാണ് അർത്ഥം. ഭൂമി എന്ന അർത്ഥം വരാത്തത്. ഇനി ഭൂമി എന്ന അർത്ഥം വരുന്ന ഭൂമിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? മേദിനി, ക്ഷോണി, ധര, ധരിത്രിയൊക്കെ ഭൂമിയാണ്. മേദിനി, ക്ഷോണി, ധര. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പിപ്പാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ഒറ്റപ്പദമാണ് പിപ്പാസു. ആകർഷണം വിപരീത പദം എഴുതുക. എന്താണ് ആകർഷണം? വികർഷണം. ആകർഷണം, വികർഷണം. തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതമാണ്? തദ്ധിതമാണ് തെക്കൻ എന്ന പദം. തെക്കൻ, വടക്കൻ എന്നൊക്കെ ഉള്ളത് തദ്ധിതമാണ്. തെറ്റായ വാക്യഭാഗം ഏതാണ്? 1000 തേങ്ങകൾ എന്നുള്ളതാണ് തെറ്റ്. 1000 തേങ്ങ എന്നാണ് പറയുന്നത്. വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൽ 1000 തേങ്ങകൾ എന്നുള്ളത് തെറ്റാണ്. 1000 തേങ്ങ എന്നാണ് പറയുന്നത്. ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഏതാണ്? പിബഡിഷു. പിബഡിഷു ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ഒറ്റപ്പദം. ആളി എന്ന അർത്ഥം എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത എന്താണ്? ആളി. ആളി ഇതിൽ പര്യായമല്ലാത്ത വണ്ടാണ്. വണ്ടിൻ്റെ പര്യായപദമാണ് അളി. അളിയാണ് വണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ആളിയാണ്. ആളിയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? തോഴി, ചേടി, സഖി. തോഴി, ചേടി, സഖിയൊക്കെ ആളി എന്നതിൻ്റെ പര്യായപദങ്ങളാണ്. എന്നാൽ വണ്ട് എന്തിൻ്റെയാണ്? പര്യായപദമാണ്. വണ്ടിൻ്റെ പര്യായപദമാണ് അളി. മേയനാമത്തിന് ഉദാഹരണമായി പറയുന്ന രൂപം ഏതാണ്? നിലാവ്. മേയനാമത്തിന് ഉദാഹരണമായി പറയുന്നതാണ് നിലാവ്. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി ഉപയോഗിക്കുന്നതാണ് നിമീലനം. നിമീലനം, ഉന്മീലനം. ശരിയായ രൂപം എഴുതുക. ധാർഷ്ട്യക്കാരൻ എന്നതാണ് ശരി. ഇവിടം പിരിച്ചെഴുതുക. ഈ പ്ലസ് ഇടമാണ് ഇവിടം. ഉത്സവം തുടങ്ങി, ഇനി ബഹളത്തിൻ്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മഹാവാക്യമാണ്. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദി സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏതാണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദി സെയിം പേഴ്സൺ. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഹാർദമാണ് ശരി. ഹാർദവം എന്നുള്ളത് തെറ്റാണ്. ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികനാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ. വല്ലകി എന്ന വാക്കിൻ്റെ പര്യായപദം ഏതാണ്? വല്ലകി വീണയാണ്. വല്ലകിയുടെ പര്യായമാണ്, വീണയുടെ പര്യായമാണ് വല്ലകി. ക്ഷയത്തിൻ്റെ വിപരീത പദം എന്താണ്? വൃദ്ധി, ക്ഷയം. ധനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? അർത്ഥമാണ് ധനം. ചേർത്തെഴുതുക. തൺ അധികം താർ, തണ്ടാർ. തണ്ടാർ എങ്ങനെ പിടിച്ചെഴുതും? തൺ അധികം താർ ആണ് തണ്ടാർ. സ്ത്രീലിംഗ പദം എഴുതുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? കവയിത്രിയാണ് കവിയുടെ സ്ത്രീലിംഗ പദം. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ ബഹുവചനം ഏതാണ്? ബ്രാഹ്മണർ.
ബ്രാഹ്മണന്മാർ എന്നുള്ള തെറ്റാണ്. ബ്രാഹ്മണക്കാർ എന്നുള്ള തെറ്റാണ്. ബ്രാഹ്മണ്യർ എന്നുള്ളതും തെറ്റാണ്. ബ്രാഹ്മണർ എന്നാണ് പറയുന്നത്. പിരിച്ചെഴുതുക. അവൻ. ആ അധികം അന്നാണ് അവൻ. ആ അധികം അന്നാണ് അവൻ. ടു ഗ്രീസ് ദി പാം. ശരിയായ വിവർത്തനം എന്താണ്? കൈക്കൂലി കൊടുക്കുക എന്നാണ് ടു ഗ്രീസ് ദി പാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗപദം ഏതാണ്? വിദ്വാനാണ് വിദുഷി എന്നതിൻ്റെ പുല്ലിംഗപദം. വിദ്വാൻ, വിദുഷി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ്? ഇതിൽ വൈദ്യരാണ് പൂജക ബഹുവചനമാണ് വൈദ്യർ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായമല്ലാത്ത ഏതാണ്? മധുപൻ. മധുപൻ ആരാണ്? വണ്ടാണ് മധുപൻ. തേൻ എന്നുള്ളതിന് മധു, പീയൂഷം, അമൃത് ഒക്കെ എന്താണ്? തേനിൻ്റെ പര്യായമാണ് മധു, പീയൂഷം, അമൃതം. വാഗതീതം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് അതീതം. വാക്ക് പ്ലസ് അതീതമാണ് വാഗതീതം. സി ആണ് ആൻസർ. കേവലക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉറക്കുന്നു. ഉറക്കുന്നു എന്നുള്ളതാണ് കേവലക്രിയ. സ്നേഹധനൻ എന്നത് ഏത് സമാസമാണ്? ബഹുവ്രീഹി സമാസമാണ് സ്നേഹധനൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്? ഇന്നാണ് വർഗാക്ഷരങ്ങളുടെ ചില്ലായിട്ടുള്ളത്. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. പ്രേക്ഷകൻ, ഇക്ഷ വരുമ്പോൾ പ്രേക്ഷകൻ എന്നുള്ളത് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം വരുന്നത്. എന്നാൽ പ്രേക്ഷകൻ ആവുമ്പോഴോ, ഷായാവുമ്പോൾ പറഞ്ഞയച്ചവനാണ് പ്രേക്ഷകൻ. പ്രേക്ഷകനാവുമ്പോൾ കാഴ്ചക്കാരൻ. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഇത് പട്ടുശീലയാണ് സന്ധി അനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്തത്. പട്ടുശീലയ്ക്ക് ഒരു ഷായുള്ളൂ. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിനാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ഞാൻ മുഖത്ത് ഊതിയപ്പോൾ കുട്ടി കണ്ണടച്ചു. ആ പ്രയോഗം കറക്റ്റാണ്. ആദ്യമൊക്കെ മകൻ കക്കാൻ പോകുമ്പോൾ അമ്മ കണ്ണടയ്ക്കുമായിരുന്നു. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. ഈ പ്രയോഗമാണ് തെറ്റ്. 14 വർഷം ലക്ഷ്മണൻ കണ്ണടയ്ക്കാതെ കാത്തിരുന്നത് കൊണ്ടാണ് രാമന് ശത്രുഭയം കൂടാതെ കാട്ടിൽ കഴിച്ചുകൂടാൻ കഴിഞ്ഞത്. ബാക്കി പ്രയോഗങ്ങളൊക്കെ കറക്റ്റാണ്. നീതിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ധനാശി പാടുക അവസാനിപ്പിക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം എഴുതുക. എനിക്ക് 10 തേങ്ങകൾ വേണം. എനിക്ക് 10 തേങ്ങ വേണം. എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്. എനിക്ക് 10 തേങ്ങകളോളം വേണം. ഇതിലേതാണ് ആൻസർ? എനിക്ക് 10 തേങ്ങ വേണം. ബി ആണ് ആൻസർ. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ? ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. താഴെ തന്നിട്ടുള്ളതിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏതാണ്? കച്ചപമാണ് ആമ. കച്ചപം ആമ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക എന്നതാണ് ഇതിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ്? ബഹുവചനത്തെ സൂചിപ്പിക്കാത്തതാണ് സ്വാമികൾ. സ്വാമികൾ എന്നുള്ളത് പൂജക ബഹുവചനമാണ്. അധ്യാപകർ, കവികൾ, ശിഷ്യന്മാരൊക്കെ എന്താണ്? അധ്യാപകർ എന്താണ്? അലിംഗ ബഹുവചനമാണ്. കവികൾ, ശിഷ്യന്മാർ ഒക്കെ എന്താ? സലിംഗ ബഹുവചനമാണ്. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? അഗ്രജനാണ്. അഗ്രജൻ്റെ ഓപ്പോസിറ്റാണ് അവരജൻ. അവരജൻ്റെ ഓപ്പോസിറ്റാണ് അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദം ഏതാണ്? ഉദ്ഗ്രഥിതം. എ ആണ് ആൻസർ. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഭ്രാതാവ്. ഭ്രാതാവിൻ്റെ പുല്ലിംഗ പദമാണ് ഭഗിനി, ഭ്രാതാവ്. പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം ഏതാണ്? ഒന്നാമൻ എന്നുള്ളതാണ് പൂരണി തദ്ധിതത്തിന് ഒരു ഉദാഹരണം. താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? ദ്വിത്വസന്ധിയാണ് താമര അധികം കുളം എന്നുള്ളത്. താമരക്കുളം ദ്വിത്വസന്ധിയാണ്. എന്നുള്ള ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ദ്വിത്വസന്ധിയാണ്. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ക്യാമ്പുകളിൽ 50ഓളം
പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അതാണ് കറക്റ്റ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? വളരെ സംഗ്രഹിക്കുക, അല്ലെങ്കിൽ ചുരുക്കി പറയുക എന്നുള്ളതാണ് ശ്ലോകത്തിൽ കഴിക്കുക. അത് സൂര്യൻ്റെ പര്യായ പദം അല്ലാത്ത ഏതാണ്? സോമൻ. സോമൻ എന്നുള്ളത് സൂര്യൻ്റെ പര്യായ പദമല്ല. സോമൻ എന്താണ്? ചന്ദ്രൻ്റെ പര്യായമാണ് സോമൻ എന്നുള്ളത്. ഇനി സൂര്യൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ആദിത്യൻ, അരുണൻ, ആര്യമാവ്, ഇതൊക്കെ സൂര്യൻ്റെ പര്യായ പദമാണ്. ആദിത്യൻ, അരുണൻ, ആര്യമാവ് ഒക്കെ സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽത്തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ എന്നുള്ളത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. അക്കിലസിൻ്റെ ഉപ്പുറ്റി എന്ന ശൈലിയിലെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് അക്കിലസ് ഹീൽ. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? പ്രതിഗ്രാഹികയുടെ എ ആണ്. വിൺ അധികം തലം വിണ്ടലം ഏത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. വിൺ അധികം തലം വിണ്ടലം. ശരിയായ രൂപം ഏതാണ്? മനുഷ്യത്വം. താ ഇരട്ടിക്കത്തില്ല, ത്വം, മനുഷ്യത്വം എന്നാണ് പറയുന്നത്. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അങ്ങാടിപ്പാട്ട് പരസ്യമാക്കുക. പരസ്യം എന്നുള്ളതാണ് അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എഴുതുക. അഹി എന്താണ്? പാമ്പാണ്. അഹി പാമ്പ്. രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ആശാ മേനോൻ എന്ന ആരുടെ തൂലികാനാമമാണ്? കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ് ആശാ മേനോൻ. ആരുടെ തൂലികാനാമമാണ്? കെ ശ്രീകുമാറിൻ്റെ. എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. രണ്ടാമൂഴം ആരുടെ കൃതിയാണ്? എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ്. അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി ഏതാണ്? സിംഹഭാഗം. ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം ഏതാണ്? കളത്രം. ഭാര്യയുടെ പര്യായമാണ് കളത്രം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. പൈതൃകം എന്നുള്ളതാണ് ശരി. ബി ആണ് ശരി. ശരിയായ വാക്യം ഏത്? എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം. ഇതിൽ ആൻസർ ഏതാണ്? ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുത്ത് എഴുതുക. കമ്പാഷൻ എന്താണ്? അനുകമ്പ എന്നുള്ളതാണ് കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. കമ്പാഷൻ അനുകമ്പ. ഒറ്റപ്പദമാക്കുക. പ്രമാണം സംബന്ധിച്ചത് പ്രാമാണികമാണ് പ്രമാണം സംബന്ധിച്ചത്. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? പിക്കമാണ് അല്ലാത്തത്. പിക്കം എന്താണ്? കുയിലാണ് പിക്കം. ഇനി കുതിരയുടെ പര്യായ പദമായിട്ടുള്ളത് ഏതൊക്കെയാണ്? അശ്വം, തുരങ്കം, ഹയം ഒക്കെ കുതിരയാണ്. കുതിരയുടെ പര്യായ പദങ്ങളാണ് അശ്വം, തുരങ്കം, ഹയം. സഫലം വിപരീത പദം ഏതാണ്? സഫലം വിപരീത പദമാണ് വിഫലം. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കറിവേപ്പില പോലെ എന്നുള്ളതാണ് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അഖം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അഖം പാപം. നല് അധികം നൂൽ, നന്നൂൽ. സന്ധി ഏതാണ്? ആദേശസന്ധിയാണ്. നല് അധികം നൂൽ, നന്നൂൽ. നൈയായികൻ എന്ന പദം വിവക്ഷിക്കുന്നത്. ന്യായശാസ്ത്രം പഠിച്ചവനാണ് നൈയായികൻ. മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല. ഇവിടെ ചേർക്കാവുന്ന ഘടകപദം ഏതാണ്? മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. അതാണ് എങ്കിലുമാണ് ഇതിൽ ചേർക്കാൻ പറ്റുന്ന ഘടകപദം. സാരം എന്ന പദത്തിൻ്റെ വിപരീത പദം അതാണ് നിസ്സാരം. മാംസം എന്നതിന് അർത്ഥം വരാത്തത് ഏതാണ്?
അശനമാണ് അർത്ഥം വരാത്തത്. മാംസത്തിൻ്റെ പര്യായം ഏതൊക്കെയാണ്? പലലം, പിശിതം, ആമിഷം. ആമിഷം, പലലം, പിശിതം ഇതൊക്കെ മാംസത്തിൻ്റെ പര്യായപദമാണ്. എന്തൊക്കെയാണ്? പലലം, പിശിതം, ആമിഷം. പലലം, പിശിതം, ആമിഷം. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്ക്. ഈ വാക്യത്തിൻ്റെ യോജിച്ച മലയാള ചൊല്ല് ഏതാണ്? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് മീനിങ് എന്താണ്? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അവർകൾ. അവർകൾ ആണ് പൂജക ബഹുവചനം. ശരിയായ പ്രയോഗം ഏതാണ്? പ്രസംഗ പാടവം. ശവത്തിൽ കുത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവശനെ ഉപദ്രവിക്കുക. ശവത്തിൽ കുത്തുക, അവശനെ ഉപദ്രവിക്കുക. പൊൽക്കലശം വിരിച്ചെഴുതുമ്പോൾ പൊൻ അധികം കലശമാണ് പൊൽക്കലശം. താഴെ പറയുന്നതിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ്? ഗഞ്ചിറ. ഗഞ്ചിറ കഥകളിക്ക് ഉപയോഗിക്കത്തില്ല. ഇനി ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ചെണ്ട, ശുദ്ധമദ്ദളം, ഇലത്താളമൊക്കെ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്. ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. പേന കൊണ്ട് എഴുതി. ഈ വാക്യത്തിൽ കൊണ്ട് ഏതിൽ പെടുന്നു? കൊണ്ട് എന്നുള്ളത് ഗതിയെ സൂചിപ്പിക്കുന്നതാണ്. ഗതി. AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പ്രരോദനം. പ്രരോദനമാണ് AR രാജരാജവർമ്മയുടെ വിയോഗത്തെ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ്? ഭീമനാണ് MTയുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം. മുഖം എന്നതിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? അങ്കുരം. അങ്കുരമാണ് മുഖം എന്നതിൻ്റെ പര്യായമല്ലാത്തത്. കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യമറിയാതെ ചാടിപ്പുറപ്പെടുക. മുഖം എന്തിൻ്റെ പര്യായമാണ്? മുഖത്തിൻ്റെ പര്യായമാണ് വദനം, വക്ത്രം. ആസ്യം, വദനം, വക്ത്രം ഒക്കെ മുഖത്തിൻ്റെ പര്യായപദമാണ്. കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? കവയിത്രി. താഴെ പറയുന്നത് ശരിയായ രൂപം ഏതാണ്? സ്വസ്ഥത. സ്വസ്ഥത. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശരിയായ പദചേർച്ച ഏതാണ്? ചുള്ളി അധികം കമ്പ്, ചുള്ളിക്കമ്പ് ആണ് കറക്റ്റ്. A ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റില്ലാത്ത പദം ഏതാണ്? അതിഥി. ഇതിന് ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് നാളാണ്. അതിഥിയാണ്. വെൻ ഇൻ റോം ബി എ റോമൻ എന്നതിൻ്റെ സമാനമായ മലയാളം ചൊല്ല് ഏതാണ്? ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം. അധികം കാലം ചേർത്തെഴുതുമ്പോൾ അക്കാലം. സമ്പാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? സമ്പാദിക. എന്തൊരത്ഭുതം പിരിച്ചെഴുതുക. എന്ത് അധികം ഒരത്ഭുതം അതാണ് കറക്റ്റ്. വേദോപനിഷത്തുകൾ സമാസം ഏതാണ്? ദ്വന്ദ്വ സമാസമാണ് വേദോപനിഷത്തുകൾ. ഇതിന് വേദം, ഉപനിഷത്ത് എന്നിവ രണ്ടിലും സമാനമായിട്ടുള്ള ഇതിൽ വേദം, ഉപനിഷത്ത് രണ്ടിനും സെയിം ഇമ്പോർട്ടൻസ് ആണുള്ളത്. അതുകൊണ്ടാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ശരിയായ പദം ഏതാണ്? ജഗത്രയം. ജഗത്രയമാണ് ശരിയായ പദം. മനുഷ്യനൊരാമുഖം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് മനുഷ്യന് ഒരാമുഖം. താഴെ പറയുന്നതിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ്? ഗഞ്ചിറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വിവക്ഷ. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? തിക്തം, മധുരം. തിക്തം, മധുരം. തിക്തം എന്താണ്? കയ്പാണ്. മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നത് മീൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ജഷം. ജഷമാണ് മീൻ. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ്? ശിങ്കിടി പാടുക. ചുമ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കാസം. കാസമാണ് ചുമ. കാസം, ചുമ. ചുമയുടെ പര്യായപദമാണ് കാസം, ചുമ. കാസം. കരി അധികം പുലി ചേർത്തെഴുതുക. കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. വെയിൽ നാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം എന്താണ്? വെയിലിൻ്റെ നാളം. വെയിലിൻ്റെ നാളമാണ് വെയിൽ നാളം. അഗ്നി പര്യായപദം എഴുതുക. ഏതൊക്കെയാണ്? അനലനാണ് അഗ്നി. അനിലൻ എന്താണ്? അനിലൻ കാറ്റാണ്. അഗ്നി, അനലൻ. ലേഖകൻ സ്ത്രീലിംഗ പദം ഏതാണ്? ലേഖിക. ലേഖകൻ, ലേഖിക. ശരത് അധികം ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത് ചന്ദ്രൻ.
ശരത്ചന്ദ്രനാണ്. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നിഷ്കാമം. നിഷ്കാമമാണ് ഫലേച്ഛ കൂടാതെ. ശ്ലാഘ്യം വിപരീത പദം എന്താണ്? ഗർഹ്യം. ശ്ലാഘ്യം ഗർഹ്യം. ശ്ലാഘ്യം ഗർഹ്യം. വാഗർത്ഥം പിരിക്കുമ്പോൾ വാക്ക് അധികം അർത്ഥം. വാഗർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? നിങ്ങൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം എന്താണ്? ഗുഹ. കന്ധരം ആവുമ്പോൾ കഴുത്ത്. കന്ധരം. നായും ഉദായും കൂടെ ചേരുമ്പോൾ കന്ധരം അത് കഴുത്താണ്. നായും ദായും കൂടെ ചേരുന്ന കന്ധരമാണെങ്കിലോ ഗുഹയാണ്. ഉട്ട്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? പ്രായോഗികമല്ലാത്തത് എന്നാണ്. പ്രായോഗികമല്ലാത്തത് ഉട്ട്യോപ്യ. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? ജിജ്ഞാസു. ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ശൈലി ഏതാണ്? കടവടുപ്പിക്കുക. കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏതാണ്? പ്രതീചി. പ്രാചി പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ശാരിക. ചക്കോരമാണ് ഇതിൽ വരുന്നത്. ചക്കോരം ആരാണ്? ചക്കോരം എന്താണ്? ചക്കോരം ചെമ്പോത്താണ് ചകോരം. ഈ കീരം ശുഗം കിളിയൊക്കെ ആരാണ്? പര്യായ പദമാണ്. കീരം ശുഗം കിളി ഇതൊക്കെ എന്താണ്? ശാരിക എന്ന് വെച്ചാൽ എന്താ? തത്തയാണ് ശാരിക. ചകോരമാരാണ്? ചെമ്പോത്ത്. ചകോരം ചെമ്പോത്താണ്. വീട് അധികം പണി ചേർത്തെഴുതുക. വീടുപണി. വീടുപണിയാണ് വീട് അധികം പണി. കേമൻ പിരിച്ചെഴുതുക. കേമം അധികം അന്നാണ് കേമൻ. കേമം അധികം അന്നാണ് കേമൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം ഏതാണ്? കർത്താവ്. കർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് കർത്തൃ. കർത്തൃയുടെ പുല്ലിംഗമാണ് കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? തമ്പി തങ്ക. തമ്പി തങ്കച്ചി എന്നും വരാറുണ്ട്. തമ്പി തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അത് എന്നാണ്. അത്. കലാനൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? കലകളിൽ ഉള്ള നൈപുണ്യം. കലാനൈപുണ്യം കലകളിൽ ഉള്ള നൈപുണ്യമാണ്. ശരിയായ പദം എഴുതുക. ഏതാണ് ഇതിനകത്ത്? മധ്യാഹ്നം. മധ്യാഹ്നം എന്നെങ്ങനെ ആയിരുന്നു? മധ്യാഹ്നം. ഹായും നായും കൂടെ ചേരണം. മധ്യാഹ്നം. ആർപ്പ് ഉണ്ണികളെ ഇലകടലെ മേന്മേൽ കുരവയിടു കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ല അതിഥി നമുക്കിനി ആരിത് പോലെ. തന്നിരിക്കുന്ന വരികളിൽ വടിവരയിട്ട പദത്തിൻ്റെ വരുന്ന സന്ധി ഏതാണ്? മേന്മേൽ. അതേതാണ് സന്ധി വരുന്നത്? ആദേശസന്ധിയാണ്. മേലധികം മേലാണ് മേന്മേൽ വരുന്നത്. ഇതിൽ ഇൽ പോയിട്ട് ഇൻ വന്ന് അതാണ് ആദേശസന്ധി. വന്നാൻ എന്ന പുല്ലിംഗ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു? പുല്ലിംഗ ശബ്ദത്തെയാണ് കുറിക്കുന്നത്. അൻ പ്രത്യയമാണ്. അത് പുല്ലിംഗ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം. താഴെ തന്നിരിക്കുന്നത് ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കുപ്രസിദ്ധി. സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിൽ ഘടകപദം ഏതാണ്? പക്ഷേ എന്നുള്ളതാണ് ഘടകപദം. അഹമികയ പാവകജ്വാലക അമ്പരത്തോളം മുയർന്നു ചെന്നു മുത. മികയ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്? ഞാൻ മുൻപേ എന്നുള്ളതാണ് മികയ എന്ന പ്രയോഗത്തിൻ്റെ ആശയം. ഗുരു എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്ത ഏതാണ്? സതീർത്ഥ്യൻ ആരാണ്? കൂട്ടുകാരനാണ്. ഇനി ഗുരുവിൻ്റെ പര്യായം ഏതൊക്കെയാണ്? ഉപാധ്യായൻ, ഗുരുനാഥൻ, ആചാര്യൻ ഒക്കെ ഗുരുവിൻ്റെ പര്യായങ്ങളാണ്. ഗുരുവിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഉപാധ്യായൻ, ഗുരുനാഥൻ, ആചാര്യൻ. സതീർത്ഥ്യൻ ആരാണ്? കൂട്ടുകാരൻ, സ്നേഹിതൻ എന്നൊക്കെ ഉള്ള മീനിങ് വരും. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വാചാലത.
വാചാലതയാണ് ധാരാളമായി സംസാരിക്കുക എന്നുള്ളത്. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. ഇതാണ് കറക്റ്റ്. കർട്ടൻ ലെക്ചർ എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ ചേരുന്ന മലയാള ശൈലി ഏതാണ്? തലയണ മന്ത്രം. കർട്ടൻ ലെക്ചർ തലയണ മന്ത്രം. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അസഭ്യമാണ് സഭയിൽ പറയാൻ പാടുള്ളത് എന്നതിൻ്റെ വിപരീത പദം. സഭയിൽ പറയാൻ പാടുള്ളതിൻ്റെ എന്നർത്ഥം എന്നതാണ്? സഭ്യം. പാടില്ലാത്ത ഏതാണ്? അസഭ്യം. ചക്ഷുശ്രവണകളസ്തമാമുദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഈ വരിയിൽ അടിവരയിട്ട് പദത്തിന് സമാന പദം ചക്ഷുശ്രവണൻ ആരാണ്? പാമ്പ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഇരുമ്പും വിദ്യയും ഇരിക്കെടും. ചാണ എന്ന പദത്തിൻ്റെ പര്യായപദം എന്താണ്? നികഷമാണ്. നികഷം ചാണ. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഭരതവാക്യം പാടുക. അവസാനിപ്പിക്കുക എന്നതിൻ്റെ മലയാള ശൈലിയാണ് ഭരതവാക്യം പാടുക. ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുക എന്ന വിധം ഏതാണ്? ഒരു അധികം അൾ അധികം ഉടെ. ഒരുവളുടെ. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് അനിത്യമാണ് നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത്. പെനി വൈസ് പൗണ്ട് ഫൂളിഷ്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. ഇതാണ് ഈ മലയാള ചൊല്ലിൻ്റെ അർത്ഥം. സുഖം ശോണിയെ നാക്കമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. ഇതിൽ നാക്കം എന്ന പദത്തിന് സമാന പദം ഏതാണ്? സ്വർഗമാണ്. നാക്കം. ഗം വരുമ്പോഴോ? നാഗം ആവുമ്പോൾ പാമ്പ് വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തോണി തുഴയാൻ തുടങ്ങി. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. തുഴ അധികം ആനാണ് തുഴയാൻ. അശ്വത്ഥമാവപ്പോൾ ഭഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുകയായിരുന്നു. ഭഗീരഥി കച്ചം ഘടകപദമാക്കാൻ എങ്ങനെയാണ്? ഭാഗീരഥിയുടെ കച്ചം. ഭാഗീരഥിയുടെ കച്ചമാണ് ഭാഗീരഥി കച്ചം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. അടിവരയിട്ട പദം ഏതിനെ സൂചിപ്പിക്കുന്നു? ഖിന്ന സ്ത്രീലിംഗമാണ്. കൈകൾ കോർത്തു പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നീലല്ലി. ഇവിടെ മാർത്താണ്ഡൻ എന്ന പദം സൂചിപ്പിക്കുന്ന ആരാണ്? മാർത്താണ്ഡൻ. സൂര്യനാണ് മാർത്താണ്ഡൻ. അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വലിപ്പം ചെറുപ്പം തമ്മിലുള്ള അന്തരം. അജഗജാന്തരം വലിയ വ്യത്യാസം എന്നൊക്കെ പറയും. വലിപ്പ ചെറുപ്പം തമ്മിലുള്ള അന്തരമാണ്. തക്ക സമയത്ത് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇനി ഒരു പാർട്ടും കൂടി മലയാളം വീഡിയോ ചെയ്യാം. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.